നമുക്ക് തെറ്റായ റിപ്പോർട്ട് ജീവ ലാബിൽ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്തു, എൻ്റെ വലിയമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്തു, എൻ്റെ പാപ്പന് ഓപ്പറേഷൻ ചെയ്തു പറഞ്ഞിട്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. മിനിമം അതായത് ഞങ്ങളുടെ വരന്തരപ്പള്ളി എന്ന ലൊക്കാലിറ്റി തന്നെ ഏതാണ്ട് ഒരു 5-8 പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വൈഫിന് ചേച്ചീനൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അബദ്ധമാണോ എന്ന് അറിയില്ല, പെട്ടെന്ന് പിടിച്ച് ഓപ്പറേഷൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാര്യം മനസ്സിലായത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എല്ലാവരും കാണണം. ഇത് ന്യൂസ് ആക്കാനുള്ള മെയിൻ കാരണം ഇത് തന്നെയാണ്. ആൾക്കാർ ഇനി ഒരു പ്രശ്നം വരുമ്പോൾ ശ്രദ്ധിക്കണം. നമുക്കൊരു രോഗം ഉണ്ടെന്ന് ഒരു ഡോക്ടർ പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കേണ്ട. 2 ഡോക്ടർ പറഞ്ഞാലും വിശ്വസിക്കേണ്ട, 3-ാമത്തെയോ 4-ാമത്തെയോ ഡോക്ടറോ കാണുക. കാരണം ഇവർക്ക് നമ്മുടെ കയ്യിലെ കാശ് മതി, അത് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. നമ്മളൊരു എനിക്കൊരു എന്താ പറയുക, ഒരു കസ്റ്റമറായിട്ടാണ് കാണുന്നത്, അല്ലാണ്ട് പേഷ്യൻ്റായിട്ടൊന്നല്ല അവർ കാണുന്നത്. ഒരു കസ്റ്റമർ, ആ കസ്റ്റമറിൽ നിന്ന് മാക്സിമം കാശ് കിട്ടുക, അതാണ് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. പിന്നെ ഡോക്ടർ ജോസഫിനോട് ചോദിക്കാനുള്ളത്, സാറ് ജീവ ലാബിലെ റിസൾട്ട് കാണിച്ച് സാറ് ഫേക്ക് ന്യൂസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. സാറ് അത് അതിൻ്റെ ഒപ്പം 13-ാം തീയതി കിട്ടിയ സർജറിക്ക് 4 ദിവസം കിട്ടിയ ലാക്ഷോറിലെ റിസൾട്ട് എന്താ കാണിക്കാത്തത്? അത് ലാക്ഷോറിലെ റിസൾട്ട് സാറിന് വിശ്വാസയോഗ്യമല്ല. അതായത് ലാക്ഷോറിലെ പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ സാറിന് വിശ്വാസം ഇല്ലാത്തത് കാരണം കൊണ്ടാണോ സാറ് ലാക്ഷോറിലെ റിസൾട്ട് തിരസ്കരിക്കുന്നത് എനിക്കറിയില്ല. അതായത് ഒരു പെട്ടിക്കട തുറന്നു വെച്ചിരിക്കുന്ന ജീവ ലാബാണോ അതോ ഇത്രയും വലിയ ഹോസ്പിറ്റൽ NABH ഹോസ്പിറ്റലായ ലാക്ഷോറാണോ പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റാണോ നല്ലതെന്ന് സാറൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സാർ ഞാനൊരുമാതിരി 1-2 പേരോടൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ എന്തായാലും പറഞ്ഞതൊരു 2ാമത് ചെക്ക് ചെയ്യും, റിസൾട്ട് 2ാമത് ചെക്ക് ചെയ്യാണ്ട് ഒരു ഡോക്ടറും ചെയ്യില്ല എന്നാണ്. പിന്നെ സാറ് ഈ ജീവല ലാബിലെ റിസൾട്ട് മാത്രമാണ് ഈ ഫേസ്ബുക്കിലും ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സാറിട്ടോ ഞങ്ങൾ മറ്റേ ഇത് ഇടുന്നുണ്ട്. അപ്പോൾ സാറത് ഇടുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാണ്ടിരിക്കാനുള്ളൊരു സന്മനസ് കാണിക്കുക. നമ്മൾ 2ാമത്തെ റിസൾട്ട് സാറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എല്ലാവരും ഇട്ടിട്ടും സാറ് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. സാറെന്തായാലും നല്ല അഗ്രസീവായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിലെങ്കിലും. ഇത് പ്രതിരോധിക്കാനെങ്കിലും ഇതുണ്ടല്ലോ. സാർ ആ തിടുക്കം നമ്മുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ന്യൂസ് ഉണ്ടാക്കേണ്ടതോ ഇതിൻ്റെ ആവശ്യം വരില്ലായിരുന്നു.